നമസ്കാരം. കേരളത്തിലെ SSLC റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ SSLC റിസൾട്ട് പ്രഖ്യാപിച്ച് ഒരുപാട് ആളുകളുടെ വിജയവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണിപ്പോൾ. ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. കാരണം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് ഇയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള നമ്മുടെ സ്വന്തം സിയ മെഹറിൻ. സിയ എൻ്റെ കൂടെ ഉണ്ട്. സിയ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്താണ് സിയയുടെ ആ പ്രത്യേകത എന്നുകൂടി പറയാം. കാര്യം സിയ SSLCക്ക് ഉന്നത വിജയം നേടിയിരിക്കുകയാണ് സിയ. അപ്പോൾ സിയയുടെ നമ്മുടെ വളരെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു രോഗമായിട്ടുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA എന്ന് പറയുന്ന ഒരു ഗുരുതരമായ രോഗത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സിയ. അപ്പം അത്രയും വലിയൊരു രോഗത്തോട് പോരാടിക്കൊണ്ട് ഈ SSLCയിൽ വലിയ മാർക്ക് ഉന്നത വിജയം തന്നെ നേടി എന്നത് വളരെ അത്ഭുതകരമാണ്, അതുപോലെ തന്നെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. അപ്പം ഞങ്ങളൊന്ന് സിയെ കാണാൻ വേണ്ടിയിട്ട് സിയയുടെ വീട്ടിൽ വന്നതാണ്. ഹലോ സിയ, എന്താണ് നല്ല വിശേഷം? അപ്പോൾ ഈ SSLC ഫലമൊക്കെയായി ബന്ധപ്പെട്ട് നല്ല വിജയം നേടിയിട്ടുണ്ട്. എന്താ ഇപ്പൊ തോന്നുന്നത്? നല്ല സന്തോഷം. ഇട്ടൊന്നും പ്രതീക്ഷിച്ചതല്ല. ഒരു മാസം കൊണ്ട് പഠിച്ച് അപ്പൊ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കണ്ടപ്പോ ആകെ ഷോക്കായി. റിസൾട്ട് കണ്ടപ്പോ ഷോക്കായി. മാർക്ക് ഇങ്ങനെ കിട്ടി അങ്ങനെ ഒരു ഇതില് പെട്ടെന്ന് ഷോക്ക് വന്നു. അപ്പം എങ്ങനെ ഈ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചതായിരുന്നോ? സ്വയം പഠിച്ചതാണ്. മറ്റേ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് സ്വയം പഠിച്ചു. അപ്പം മാഷന്മാർ അധ്യാപകരൊക്കെ എന്ത് പറഞ്ഞു? അധ്യാപകരൊക്കെ എക്സാമിന് 2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് ജസ്റ്റ് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഏത് സ്കൂളാ സിയ പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ കുട്ടമ്പൂർ HSSലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ അധ്യാപകർക്കൊക്കെ സന്തോഷമായി. എല്ലാരും വിളിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. അതോ എന്റെ പൈലും വലിയ ഷോക്കായിരുന്നു. പെട്ടെന്ന് ചേച്ചിന്റെ കോള് കണ്ടപ്പോ ആകെ ഷോക്കായി. അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല പെട്ടെന്ന്. അല്ല, എന്ത് പറഞ്ഞു മിനിസ്റ്റർ? നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ എന്താ പറഞ്ഞേ? എന്താ ചോദിച്ചേ? റിസൾട്ട് കണ്ട ചേച്ചിക്ക് നേരിട്ട് ഒരാൾ ഇട്ട് കൊടുത്തതാണ്. അപ്പം ചേച്ചി പറഞ്ഞു നല്ല മാർക്കാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ആ കണ്ട ഷോക്കിൽ പറ്റിയില്ല. ഇല്ല, ഒന്ന് വിളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സമയം എടുത്തൊന്ന് ആ ഷോക്കൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് മിനിസ്റ്ററെ തിരിച്ച് വിളിക്കാം. അപ്പോൾ സിയ ഒരു ഈ SMA ബാധിതയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഈ നട്ടല് വളരെ ചെറുതായ രീതിയിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇരിക്കുന്ന സമയത്ത് നട്ടല് നിവർത്തൽ സർജറി സർക്കാർ തലത്തിൽ കേരളത്തിലെ ആദ്യത്തെ നട്ടല് നിവർത്തൽ സർജറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് സിയക്കാണ് ആദ്യമായിട്ട് ഗവൺമെന്റ് തലത്തിൽ സർജറി ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു 2023 മെയ് മാസത്തിലായിരുന്നു അല്ലേ? മെയ് മാസം 25-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ ഒരു സർജറി ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് സിയക്ക് ഉണ്ടായ വ്യത്യാസം? നല്ലോണം കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളൊന്നല്ല, ഫേസിൽ വരെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ ഒക്കെ ഒരു ഇതൊക്കെ കൊടുത്തു തോന്നുന്നു, നിവേദനമൊക്കെ കൊടുത്തു. അതിന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് വരെ താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് ലഭ്യമാക്കാന്ന് പറഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. SMA ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സാധാരണഗതിക്ക് 2 വയസ്സിനുള്ളിൽ തന്നെ ഒരു എനിക്ക് തോന്നുന്നു 18 കോടിക്ക് മുകളിൽ വില വരുന്ന ഒരു വലിയ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. പക്ഷെ സിയക്ക് എനിക്ക് തോന്നുന്നു കുറെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു SMA ആണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടത് അല്ലേ? 14 വയസ്സായിക്ക് അതുവരെ. അതിന്റെ മുന്നേ ഹൈഡ്രോമേലിയ എന്നൊരു ഉണ്ടായിരുന്നു. അതിനുള്ള ചികിത്സ നടന്നിരുന്നു. അതായത് ഹൈഡ്രോമേലിയ ആണ് എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ഡയഗ്നോസ് വന്നത് അതിന്റെ ചികിത്സയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് SMA ആണെന്ന് പറഞ്ഞ് അതോടെയാണ് സർജറിയും എല്ലാ കാര്യങ്ങളും ഒക്കെ നടന്നു. ഓക്കെ. അപ്പം ഈ സർജറി ഒക്കെ നടന്നു. ഇനിയിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നല്ല റേറ്റിനുള്ള പൈസ ഉള്ള മരുന്ന് തന്നെയാണ് ഇനിയും ആവശ്യമുള്ളത് സിയക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് മുഖ്യമന്ത്രിയുടെ ഒക്കെ ഇടപെടൽ മൂലം ഇപ്പം 15 വയസ്സ് ഈ തൊട്ട് അങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷ കൊടുത്തപ്പോൾ അനുകൂലമായിട്ടായിരുന്നു മറുപടിയൊക്കെ വന്നത്. അനുകൂലമായിട്ടായിരുന്നു. 18 വയസ്സ് വരെ താഴെയുള്ള കുട്ടികൾക്ക് തരാന്ന് പറഞ്ഞിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നു.
ഓക്കെ. അപ്പം സിയയ്ക്ക് ചെറുപ്പം മുതലേ തന്നെ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീൽ ചെയറുമായി ബന്ധപ്പെട്ടാണ് സിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു തലവേദന വന്നാൽ അല്ലെങ്കിൽ ഒരു വേദനകൾ വന്നാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു വലിയ രോഗത്തെ സിയ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിന് സിയയുടെ ഉപ്പയും ഉമ്മയും കുടുംബക്കാരും അതുപോലെ തന്നെ ആളുകളെല്ലാം സിയയ്ക്കൊപ്പം ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒപ്പം സിയയും നന്നായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തൻ്റെ ഈ പഠനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളായി ബന്ധപ്പെട്ടും സിയയ്ക്ക് പറ്റുന്നത് പോലെ ഒക്കെ സിയ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു വിജയം നേടിയപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു സിയ? എല്ലാവരും പറഞ്ഞു നല്ല മാർക്കാണെന്നും ഇനിയും പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞു. ഇനിയും പഠിക്കാനല്ലേ ആഗ്രഹം? ആഗ്രഹം അതല്ലാണ്, മുന്നോട്ട് പഠിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഈ മുന്നോട്ട് പഠിച്ചിട്ട് ഇന്ന ബിരുദം എടുക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? അങ്ങനെ ആഗ്രഹം നല്ലൊരു ജോലി, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക, നല്ലൊരു ജോലി, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അതാണ്. ഓക്കെ. അപ്പം എന്ത് തന്നെയായാലും സിയയ്ക്ക് അത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് സിയയുടെ മുന്നിലുള്ളത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും സിയയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് കേരള.